കിഡ്സ്, സോ നമ്മളുടെ വാട്സപ്പ് ചാനലിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യാണ്. നമ്മളുടെ 7th ഓൺ എക്സാമിന് വരാൻ പോകുന്ന വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ മാത്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. സോ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ 3 ചാപ്റ്ററിൽ നിന്നാണ് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മളുടെ പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. പാരലൽ ലൈൻസ്, സമാന്തര വരകളിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നത് പാരലലോഗ്രാം വരയ്ക്കാൻ, സാമാന്തരികം വരയ്ക്കാനാണ് നിങ്ങളോട് ചോദിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഈ ഒരു പാരലലോഗ്രാം എനിക്ക് വരയ്ക്കണം. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പാരലലോഗ്രാം സാമാന്തരികത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ ഇവനും 3 ആണ്, ഇത് 5 ആണെങ്കിൽ ഇവനും 5 ആണ്. അതുപോലെ തന്നെ പാരലലോഗ്രാം സാമാന്തരികത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് എതിർ കോണുകൾ തുല്യമായിരിക്കും. ഒരേ സൈഡിലുള്ള കോണുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അതായത് ഇത് 60 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇവനും 60 തന്നെയായിരിക്കും. ഇത് എത്രയായിരിക്കും വരിക? നമ്മളുടെ ഒരേ സൈഡിലുള്ള ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഇത് 60 ആണ്, മറ്റേത് എത്രയാ വരിക? 180 നിന്നും 60 പോയി കഴിഞ്ഞാൽ എത്രയാ? 120 ഡിഗ്രി. ഇതെത്രയാണ്? 120 ഡിഗ്രി ആണ്. ഇത് 120 ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഇതും 120 ഡിഗ്രി. ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാ വരയ്ക്കുക? ഇവന്മാരാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ സ്കെയിലും നമ്മളുടെ പ്രൊട്രാക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, 5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുന്നേ. 5 സെന്റിമീറ്ററിൽ ലൈൻ വരച്ചു. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത ചെയ്യേണ്ടത് പറഞ്ഞാൽ 60 ഡിഗ്രിയിൽ 3 സെന്റിമീറ്ററിൽ ഒരു ലൈന്. അപ്പൊ 60 ഡിഗ്രി ഞാൻ എടുക്കുകയാണെ. 60 ഡിഗ്രി, അതായത് 0, 10, 20, 30, 40, 50, 60 ഇവിടെ വരെയാ വേണ്ട. അതായത് ഈ ലൈനിന് തുടങ്ങുന്ന 0 മുതൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക. ഇവിടുന്ന് 180 മുതലും തുടങ്ങുന്നുണ്ട്, 0 മുതലും തുടങ്ങുന്നുണ്ട്. 0 മുതൽ ഇങ്ങനെ നോക്കി 60 എത്തുന്നത് ഇവിടാണ്. അപ്പൊ 60 എന്ന് പറയുന്ന ഈ പോയിന്റിലൂടെ കടന്നു പോകുന്നത്, അതായത് സ്കെയിൽ ഇതാ ഇതുപോലെ വെക്കെ 60യിലൂടെ കടന്നു പോകുന്ന, ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന 3 സെന്റിമീറ്ററിലെ ലൈൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 60യിലൂടെ കടന്നുപോയി 3 സെന്റിമീറ്ററിലെ ലൈന്, 3 സെന്റിമീറ്ററിലെ ലൈന്. ഇനി അടുത്ത ഇവിടെ എന്താണ്? ഈ ഭാഗത്ത് 120 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന 3 സെന്റിമീറ്ററിലെ ലൈന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 120 ഡിഗ്രി നോക്കിയേ. അതായത് ഇവിടെ മുതൽ 0, 10, നമ്മളുടെ ഈ വരത്തിന്റെ മുകളിലുള്ള 0 മുതൽ 0, 10, 20, 30, 40, 50, 60, 70, 80, 120 ഇതാ ഇവിടാണ് വരിക. അപ്പൊ 120യിലൂടെ കടന്നു പോകുന്ന എത്ര ഉള്ള ലൈനാ വേണ്ട എനിക്ക്? നമുക്ക് 3 സെന്റിമീറ്ററിലെ ലൈൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 120യിലൂടെ കടന്നു പോകുന്ന 3 സെന്റിമീറ്ററിലെ ലൈനും വരച്ചു. ഓക്കെ, 120യിലൂടെ കടന്നു പോകുന്ന 3 സെന്റിമീറ്ററിലെ ലൈനും വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? മോളത്തെ ലൈൻസ് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. വെരി ഈസി. അതായത് നോക്ക്, മോളത്തെ ഈ ലൈനും മിസ് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. വെരി ഈസി. അപ്പൊ നമുക്ക് ആളെ കിട്ടിയില്ലേ? അടിപൊളിയായിട്ട് വരച്ചില്ലേ? ഇതുപോലെ പാരലലോഗ്രാം സാമാന്തരികം ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചോദിക്കും. അതായത് ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ, ഡ്രോ അനദർ ലൈൻ പാരലൽ ടു എ ബി അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളോട് എന്താ പറഞ്ഞത്? ഡ്രോ എ ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കാൻ 5 സെന്റിമീറ്റർ നീളമുള്ള എ ബി എന്ന ഒരു വര വരയ്ക്കുക. ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ലൈന് വരയ്ക്കുകയാണ്. ഒരു ലൈന് വരച്ചു. ആ ലൈൻ എത്രയാന്നാ പറഞ്ഞത്? ആ ലൈന് 5 സെന്റിമീറ്ററുള്ള ഒരു ലൈന് വരയ്ക്കാനാണ് പറഞ്ഞത്. അതിന്റെ പേരെന്താ? എ ബി. അപ്പൊ എ ഇവിടെ ഇട്ടെടുത്തു, ബി ഇവിടെ ഇട്ടെടുത്തു. എ ബി ആണ്. ഇനി ഡ്രോ അനദർ ലൈൻ പാരലൽ ടു എ ബി അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു ലൈൻ വരയ്ക്കണം. ഇതിന് 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ പാരലലായിട്ട്. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതിന് പാരലലായിട്ട് 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ അതേ വരച്ചേക്കാം. 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ മക്കൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ കൂടി. ഇതിപ്പോ നോക്ക്, 3 സെന്റിമീറ്റർ ആണ് ഇവിടെ ഡിസ്റ്റൻസ് വരുന്നത്. അതൊന്നും ആലോചിക്കുക. ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ മറ്റൊരു ലൈനും വരയ്ക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? ദെൻ ഡ്രോ ആംഗിൾ മെഷറിംഗ് 60 ഡിഗ്രി അറ്റ് എ. അതായത് എന്ത് ചെയ്തു? എ ബിയിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലത്തിൽ എ ബിക്ക് സമാന്തരമായി മറ്റൊരു വര വരയ്ക്കുക. എയിൽ നിന്ന് 60 ഡിഗ്രിയും ബിയിൽ നിന്ന് 120 ഡിഗ്രിയും കോണുകൾ വരയ്ക്കുക. അതായത് എയിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ 60 ഡിഗ്രിയിലുള്ള ഒരു കോണ് വരയ്ക്കുന്നു, ബിയിൽ നിന്നും 120 ഡിഗ്രിയിലുള്ള ഒരു കോണും വരയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ കിട്ടിയിട്ടുള്ള ഈ ഒരു നമുക്ക് ഇന്റർസെക്റ്റിംഗ് ദ പാരലൽ ലൈൻ, ഇതിന്റെ പേര് CD എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കും
ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ വി ജസ്റ്റ് ഗോട്ട്. അതായത് നമുക്ക് ലഭിച്ച ചതുർഭുജത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് എന്തായിരിക്കും? ഒബ്വിയസ്ലി പാരലലോഗ്രാം ആയിരിക്കും, സാമാന്തരികമായിരിക്കും. വേണമെങ്കിൽ മിസ് ഒരൊറ്റ പ്രാവശ്യം വരച്ച് കാണിച്ചു തരാം. എന്താ പറഞ്ഞത്? പോയോ? എന്താ പറഞ്ഞത്? നമ്മളുടെ സ്വന്തം ഇവനും എടുത്തോ. അതായത് നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മളുടെ 5 സെന്റിമീറ്ററിൽ AB വരയ്ക്കാൻ. എന്താണ്? 5 സെന്റിമീറ്ററിൽ മിസ് എന്ത് ചെയ്തു? AB എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. എയും ബിയും. ഇതിൽ എന്ത് ചെയ്യണം? 3 സെന്റിമീറ്റർ അകലത്തിൽ, ഇതിന് 3 സെന്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് ഇതിന് പാരലലായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കണം. അപ്പൊ ഇതിന്റെ നോക്ക്, ഇതിന് പാരലലായിട്ട് മറ്റൊരു ലൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോക്ക്, നമ്മൾ ഇവിടുന്ന് 3 സെന്റിമീറ്റർ നീളം എത്രയാന്ന് നോക്കുക. അതായത് ഇതിൽ നിന്ന് 3 സെന്റിമീറ്റർ നീളം എന്ന് പറയുന്നത് ഏകദേശം അല്ല, നമ്മളുടെ 3 സെന്റിമീറ്റർ നീളം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്നും 3 സെന്റിമീറ്റർ നീളം. ഇവിടെ 3 സെന്റിമീറ്റർ നീളത്തിൽ നമുക്ക് എന്ത് വരയ്ക്കണം? ഈ ലൈനിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഈ ലൈനിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു? നമ്മളുടെ ഈ ഒരു സെറ്റ് സ്ക്വയർ ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ആ സെറ്റ് സ്ക്വയറിന്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? സ്കെയിൽ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് സ്കെയിൽ ഇങ്ങനെ നീക്കി ഇതാ നോക്ക്. സ്കെയിൽ എന്തിനാണ്? ഇതിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെ വരണം. അപ്പൊ ആ ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് നീക്കി ഇതാ ഇതിന് പാരലലായിട്ട് മറ്റൊരു ലൈനും അങ്ങോട്ട് വരച്ചു കൊടുത്തു. ഈ ലൈനിന്റെ നീളം എത്രയാണെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അപ്പൊ മറ്റൊരു ലൈനും വരച്ചു കൊടുത്തു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതാ നോക്ക്, ഈ സാധനം മായ്ച്ചു കളയാം. അപ്പൊ 2 ലൈനായിട്ടോ. ഇനി എന്താ പറഞ്ഞത്? നമുക്ക് എയിൽ നിന്നും 60 ഡിഗ്രിയിലും ബിയിൽ നിന്നും 120 ഡിഗ്രിയിലും, ഇവിടുന്ന് 60 ഡിഗ്രിയിലും ഇവിടുന്ന് 120 ഡിഗ്രിയിലും സിയും ഡിയും വരയ്ക്കാന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് 60 ഡിഗ്രി, ഇതാ എന്റെ അറ്റത്ത് നിന്നും എന്ത് ചെയ്യും? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവന് 60 ഡിഗ്രിയിൽ മിസ് എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കും. ഇതുപോലെ ഒരു ലൈന്. ഇനി അടുത്ത ഇതിൽ നിന്ന് എന്താ പറയുന്നത്? ഇതിൽ നിന്ന് പറയുന്നത് 120 ഡിഗ്രി. 120 എന്ന് പറയുമ്പോൾ 0, 10, 120 എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പൊ 120 ഡിഗ്രിയിൽ എന്ന് പറയുമ്പോൾ 120 ഡിഗ്രിയിൽ എന്ന് പറയുമ്പോൾ ഇതുപോലൊരു ലൈനും വരയ്ക്കും. അപ്പൊ ഇവന്മാർ കൂട്ടിമുട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് കൂട്ടിമുട്ടാൻ വേണ്ടി ഈ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. അപ്പൊ ഇവന്മാർ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന് CD എന്ന് പേര് കൊടുക്കാൻ പറഞ്ഞാണ്. സോ ഇതെന്താണ് ആള്? ഇത് നമ്മളുടെ പാരലലോഗ്രാം ആണ്, സാമാന്തരികമാണ്. അപ്പൊ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് പാരലലോഗ്രാം ഈ ഓൺ എക്സാമിന് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാതെ പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് ഫ്രാക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷൻ എന്ന് വരികയാണെങ്കിൽ ഫ്രാക്ഷൻ ഇതാ നോക്ക്, ഇതുപോലെ ഡ്രോ റെക്ടാങ്കിൾ ഫൈൻഡ് ദിസ് പ്രൊഡക്റ്റ്. നമുക്ക് ചതുരം വരച്ച് ഗുണനഫലം കണക്കാക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും വരാറ്. ആൻഡ് ഇതാ നോക്ക്, നമ്മളോട് ഡ്രോ റെക്ടാങ്കിൾ 1/6 1/5. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/6 ആദ്യം എടുക്കുക. 1/6 എന്ന് പറഞ്ഞാൽ 6 ഭാഗങ്ങളാക്കിയതിൽ 1. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് 6 ഭാഗങ്ങളാക്കാൻ ഏറ്റവും നല്ല സുഖം എന്തായിരിക്കും? 6 ഭാഗങ്ങളാക്കാൻ എന്ന് പറയുമ്പോൾ 6 ഭാഗങ്ങളാക്കിയതിൽ 1 1/6 എന്ന് പറയുന്നത്. അതായത് ഒരു ചതുരം വരച്ചിട്ട് അതിനെ 6 ഭാഗങ്ങളാക്കിയതിൽ 1 1/6 എന്ന് പറയുന്നത്. അപ്പൊ 6 ഭാഗങ്ങളാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 6 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ മക്കൾ എങ്ങനെ വരയ്ക്കേണ്ടി വരും? ഒന്നുകിൽ 6 സെന്റിമീറ്റർ നീളമുള്ളത് വരച്ചാൽ 6 തുല്യ ഭാഗങ്ങളാക്കാൻ സിമ്പിളാ. ഇനിയിപ്പോ 12 വരച്ചാലും കുഴപ്പമില്ല, 2 സെന്റിമീറ്ററിൽ വെച്ചിട്ട് വരയ്ക്കാം. അപ്പൊ മിസ് നിങ്ങൾ 6 12 നീളം വരുന്ന എന്ത് വരയ്ക്കുക? ചതുരം വരയ്ക്കുക. അപ്പൊ ചതുരം വരയ്ക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. നോക്ക്, ഞാൻ എന്ത് ചെയ്തു? 6 സെന്റിമീറ്റർ ആണ് മിസ്സിന്റെ സ്കെയിൽ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 6 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ എടുത്താലും നോ പ്രോബ്ലം. അപ്പോൾ 6ൽ 1 വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 സെന്റിമീറ്ററിൽ എടുത്തത്. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവനെ വെറുതെ ബാക്കിയൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. ബാക്കിയൊന്നും നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തത് എന്താണ്? ഇതും 6 സെന്റിമീറ്റർ ഒന്നും അങ്ങനെ അടിപൊളിയായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ചില കുട്ടികൾക്ക് നമുക്ക് വരയ്ക്കുന്നതിൽ അത്ര ഒരു രസം വന്നില്ലെങ്കിൽ ഓൾക്ക് ഭയങ്കര ഇടങ്ങേറാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ എന്ത് വരച്ചു? ഇതുപോലെ ലൈൻ വരച്ചു. എന്നിട്ട് എന്തായി? നോക്ക്, ഒരു ചതുരം കിട്ടിയേ. ആ ചതുരത്തിന് എന്ത് ചെയ്യണം? 6 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 1/6 എന്ന് പറയുന്നത്. 6 തുല്യ ഭാഗങ്ങളാക്കിയ മക്കൾ എങ്ങനെയാണ്? നോക്ക്, ഇതിന് 6 തുല്യ ഭാഗങ്ങൾ 1 സെന്റിമീറ്ററിൽ ഇങ്ങനെ കുത്തിടുക. 6 തുല്യ ഭാഗങ്ങളാക്കുക ഞാൻ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 6 തുല്യ ഭാഗങ്ങളാക്കുക. നമുക്ക് 6 തുല്യ ഭാഗം. ഇങ്ങനെ കറക്റ്റ് വരച്ചിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം കേട്ടോ മക്കൾ. ജസ്റ്റ് വരച്ചു വെച്ചാലും മതി. എന്നാലും നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരയ്ക്കണമെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ആക്കി വരച്ചാൽ മതി. അല്ലെങ്കിൽ മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ. മാർക്ക് എന്തായാലും നിങ്ങൾക്ക് അത്ര അടിപൊളിയൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും.
എവിടെ പോയി? അടുത്തത് 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 ഓക്കെ. 6 തുല്യ ഭാഗങ്ങളാക്കി. 6 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒന്നിനെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുക. എങ്ങനെ? നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പെൻസിലുകൊണ്ട് ജസ്റ്റ് നല്ല രസത്തിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തില്ലേ, ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ് മക്കൾ എന്ത് അടയാളപ്പെടുത്തേണ്ടത്? ഈ ഒരു 1/5 അടയാളപ്പെടുത്തേണ്ടത്. 1/5. 1/5 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് 5 തുല്യ ഭാഗങ്ങളാക്കുക. അത് നിങ്ങൾ ഏകദേശം ആക്കിയാൽ മതി കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ 5 തുല്യ ഭാഗങ്ങളാക്കുക. ആ 5 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഇതായിരിക്കും എന്ത്? ഇതിനൊന്നുകൂടി പെന്ന് വെച്ചിട്ട് ഒന്ന് വരച്ച് വെക്കുക. എന്നിട്ട് ഇവനായിരിക്കും 1/6 × 1/5 എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ ചോദ്യം ചിലപ്പോൾ ഇതുപോലെയും ചോദിക്കും. ഡ്രോ റെക്ടാങ്കിൾ ആൻഡ് ഷോ 3/5 പാർട്ട് ഓഫ് 1/3. 3/5 പാർട്ട് ഓഫ് 1/3 അല്ലെങ്കിൽ 1/3 3/5 ഭാഗം. അപ്പോൾ 1/3 3/5 ഭാഗം അല്ലെങ്കിൽ 3/5 പാർട്ട് ഓഫ് 1/3 എന്ന് പറയുന്നതൊക്കെ എന്ത് ചെയ്യാം? 3/5 × 1/3 എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. 3/5 × 1/3. നേരെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 1/3 × 3/5 എന്ന് എഴുതിയാലും നോ പ്രോബ്ലം. ഇനി എങ്ങനെയായിരിക്കും നിങ്ങൾ ചതുരം വരയ്ക്കുക? ചതുരം വരയ്ക്കുമ്പോൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് 5/3 ഭാഗം. 5/3 ഭാഗം എന്ന് പറഞ്ഞാൽ 5 ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗം അല്ലെ? 5 ഭാഗങ്ങളാക്കാൻ എന്തായിരിക്കും സുഖം? ഇവിടെ 5 സെന്റിമീറ്റർ എടുത്ത് വരച്ചോ. അപ്പോൾ സുഖമായിരിക്കും. 1 2 1 സെന്റിമീറ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്താൽ 5 തുല്യ ഭാഗങ്ങളാക്കാൻ മക്കൾക്ക് സുഖമായിരിക്കും. 1 2 3 4 5. എന്നിട്ട് 5 തുല്യ ഭാഗങ്ങളാക്കിയ 5 തുല്യ ഭാഗങ്ങൾ 5 തുല്യ 2 3 5 തുല്യം 5 തുല്യ ഭാഗങ്ങളാക്കിയതിൽ എത്ര ഭാഗം? 3 ഭാഗമാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൽ 3 ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു? കളർ ചെയ്യുന്നു. ഓക്കെ, 3 ഭാഗം. ഇനി അടുത്ത ഏതാ പറഞ്ഞത്? ഇനി അടുത്ത പറഞ്ഞത് 1/3. 1/3 എന്ന് പറഞ്ഞാൽ 1/3. ആരെ 1/3? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ 1/3. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് ഏകദേശം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ 3 ഭാഗങ്ങളാക്കുക. ആ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളുടെ 3/5 × 1/3 എന്ന് പറയുന്നത്. റെഡി? അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക, ഉഷാറായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മളുടെ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്നാണ്. അപ്പൊ ഇതിലാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ വരുന്നത് അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങളിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഡ്രോ എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് ലെങ്ത് 3 സെന്റിമീറ്റർ. ഒരു വശം 3 സെന്റിമീറ്റർ ആയിട്ടുള്ള സമഭുജ ത്രികോണം വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താ സമഭുജ ത്രികോണം? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അതായത് നോക്ക്, ഇത് ഒരു സൈഡ് 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ സമഭുജ ത്രികോണത്തിന്റെ 3 സൈഡും 3 സെന്റിമീറ്റർ ആയിരിക്കും. 3 സൈഡും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? സമഭുജ ത്രികോണം എന്ന് പറയാ കേട്ടോ. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിയേ, ഇതെങ്ങനെയായിരിക്കും വരയ്ക്കുക? ഇത് ഇത്രയേ ഉള്ളൂ എടാ പരിപാടി, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സ്വന്തം സ്കെയിലും കോമ്പസും മാത്രം മതി. അപ്പൊ എന്താ നോക്ക്, ഈ ഒരു ഫിഗറാ വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ താഴെ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടെ നോക്ക്, ഇവിടുന്ന് 3 സെന്റിമീറ്ററാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? നമ്മളുടെ ഈ ഒരു കോമ്പസിൽ എത്ര സെന്റിമീറ്റർ എടുക്കും? 3 സെന്റിമീറ്റർ എടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരറ്റത്ത് നിന്നും എന്താ ചെയ്യുക? 3 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരച്ചു. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് 3 സെന്റിമീറ്ററാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? 3 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരച്ചു. ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിലെ, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് 2 സ്ഥലത്തേക്കും എന്ത് ചെയ്യണം? ഇതുപോലെ ഓരോ ലൈൻസ് വരച്ചാൽ നോ പ്രോബ്ലം, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് സൈഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് തരും. അതായത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ് 5 3 6. അതായത് നമ്മളുടെ ത്രികോണത്തിന്റെ വശങ്ങൾ എന്താണ്? നിങ്ങൾ ജസ്റ്റ് സൈഡിൽ ഒരു റഫായിട്ട് ഫിഗർ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് വേണം വരച്ചു വെക്കാൻ. എന്നാൽ നോ പ്രോബ്ലം ആയിരിക്കും. അല്ലാണ്ട് മക്കൾ വരച്ചു വെക്കിയാലുണ്ടല്ലോ, അല്ലാണ്ട് വെറുതെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കണ്ടിട്ട് വരച്ചു വെക്കിയാൽ നിങ്ങളോ തെറ്റിപ്പോവും. അപ്പൊ ഇതെങ്ങനെയായിരിക്കും വരയ്ക്കുക? 5 3 6. അപ്പൊ 5 3
3 6 ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാ? ഇതുപോലെ തന്നെ വരയ്ക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സ്വന്തം സ്കെയിൽ എടുക്കുന്നു, 5 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് 5 സെന്റിമീറ്റർ അല്ല അല്ലെ, താഴെ 6 സെന്റിമീറ്റർ മിസ് അടയാളപ്പെടുത്തി. അപ്പോൾ 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് മാറ്റിയും വരയ്ക്കുക കേട്ടോ. 5 6 3 പകരം ഇവിടെ 5 ഇവിടെ 3 ഇവിടെ 6 ആയാലും ഒന്നും നോ പ്രോബ്ലം. അപ്പോൾ ഞാനിങ്ങനെ റഫ് ഫിഗറിൽ 6 വരച്ചുകൊണ്ട് ഞാൻ 6 തന്നെ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ സ്വന്തം കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് 5 സെന്റിമീറ്റർ ആണേ. അപ്പോൾ 5 സെന്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ആർക്ക് വരയ്ക്കും. 5 സെന്റിമീറ്റർ എടുക്കുന്നു, 5 സെന്റിമീറ്ററിൽ മിസ് എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുകയാണേ. 5 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടുന്ന് എത്ര ഉണ്ടാവുക? അപ്പുറത്തെ സൈഡിൽ നിന്ന് 3 സെന്റിമീറ്റർ ആവേണ്ടത്. അപ്പോൾ ഞാൻ 3 സെന്റിമീറ്റർ ഇതിൽ എടുക്കുന്നു. എന്നിട്ട് 3 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യുന്നു? 3 സെന്റിമീറ്ററിൽ ഈ ഭാഗത്ത് നിന്ന് 3 സെന്റിമീറ്ററിൽ മറ്റൊരു ആർക്കും, അതാ നോക്ക്, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? 3 സെന്റിമീറ്ററിൽ മറ്റൊരു ആർക്കും വരയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലേക്ക് ജസ്റ്റ് ഇതാ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് 6 ആണ്. ഇവിടെ നിങ്ങോട്ടുള്ള 5ഉം ഇത് 3ഉം ആയിരിക്കും. ഇങ്ങനെ ഞാൻ വരയ്ക്കാം. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഡ്രോ ട്രയാങ്കിൾ വിത്ത് 1 സൈഡ് 6 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾസ് 30 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ഓൺ 2 ends ഓഫ് ദ സൈഡ്. അതായത് ഒരു വശം 6 സെന്റിമീറ്റർ ആണ്, വശത്തിന്റെ 2 അറ്റത്തുള്ള കോണുകൾ എന്താണ്? 30 ഡിഗ്രി 70 ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഇതെങ്ങനെയായിരിക്കും വരയ്ക്കുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരച്ചു നോക്കണം അല്ലെ. അതായത് ഒരു സൈഡ് എത്രയാ പറഞ്ഞത്? 6 സെന്റിമീറ്റർ ആണ്, വശത്തിന്റെ 2 അറ്റത്തുള്ള കോണുകൾ 30 ഡിഗ്രിയാണ് 70 ഡിഗ്രിയാണ് അല്ലെ. 30 ഡിഗ്രിയാണ് 70 ഡിഗ്രിയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഇത്രേ ചെയ്യേണ്ടുള്ളൂ. നമ്മളുടെ സാധാ പോലെ തന്നെ നമ്മളുടെ സ്കെയിലും പ്രൊട്രാക്ടറും ഞാൻ എടുത്തു. എന്നിട്ട് നോക്ക്, താഴത്തെ ലൈന് 6 സെന്റിമീറ്റർ ആണ്, 6 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഇവരെന്താ പറഞ്ഞത്? ഒരറ്റത്തുള്ള കോൺ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു? 30 ഡിഗ്രിയിൽ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? 0 10 20 30 30 ഡിഗ്രിയിൽ വെറുതെ അതിന്റെ ലൈൻ്റെ ലെങ്ത് എത്രയാണെന്നൊന്നും നമ്മളോ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് വെറുതെ 30 ഡിഗ്രിയിൽ ഒരു ലൈന് വരയ്ക്കുന്നു. ഓക്കെ, 6 സെന്റിമീറ്ററിന് ഇവിടുന്ന് 30 ഡിഗ്രിയിൽ ഒരു ലൈന് വരയ്ക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര വരിക? 70 ഡിഗ്രിയാണ്. അപ്പൊ 70 ഡിഗ്രി എവിടെ? 70 ഡിഗ്രി ഇതാണ്. അപ്പൊ 70 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മറ്റൊരു ലൈനും വരയ്ക്കുകയാണ്. ഓക്കെ, 70 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മറ്റൊരു ലൈനും വരയ്ക്കുകയാണ്. ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ജസ്റ്റ് ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി? എന്താപ്പം ഇത് വരുന്നത്? ഓക്കെ, ഇത് കൂട്ടിമുട്ടിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. സോ ഇവനായിരിക്കും ആര്? ഇവൻ 70 ഡിഗ്രിയാണ്. ഇവനാണ് ആ ഒരു ത്രികോണം എന്ന് പറയുന്നത്. സെറ്റപ്പ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ടൈപ്പ് ത്രികോണവും കൂടിയാണ് മക്കൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നോക്കിക്കോ, ഇവനാണ്. അതായത് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 സൈഡ് 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി. 2 വശങ്ങൾ 4 സെന്റിമീറ്റർ 8 സെന്റിമീറ്ററും അതിന്റെ ഇടയിലുള്ള കോൺ 60 ഡിഗ്രിയും ആയ ത്രികോണം വരയ്ക്കുക. അതായത് ഏതോ ഒരു ത്രികോണന്റെ അതിന്റെ 2 വശങ്ങൾ എത്രയാണ്? 4ഉം 8ഉം ആണ്. അവക്കിടയിലുള്ള കോണ് 60 ഡിഗ്രിയും ആണ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ സ്വന്തം സ്കെയിൽ ആൻഡ് നമുക്ക് എന്ത് വേണ്ടി? പ്രൊട്രാക്ടർ വേണ്ടി വരും ഈ ഒരു ആംഗിൾ അടയാളപ്പെടുത്താനും. അപ്പൊ ഞാൻ നോക്ക്, 4 8 പകരം എനിക്ക് 8 സെന്റിമീറ്റർ ഒന്നും വരയ്ക്കാൻ അവിടെ സ്ഥലം ഉണ്ടാവില്ലടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 8 വടിയും 4 വടിയും കൊടുക്കുകയാണെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 8 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. ഓക്കെ, 8 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചേ. ഇനി എന്താ ചെയ്യുന്നത്? 60 ഡിഗ്രിയിൽ 4 സെന്റിമീറ്ററിലെ ലൈൻ. അപ്പം മിസ് എന്ത് ചെയ്യുന്നു? 60 ഡിഗ്രിയിൽ 4 സെന്റിമീറ്ററിലെ ലൈൻ വരയ്ക്കുക. ഇതാണ് 60 ഡിഗ്രി. അപ്പൊ ഈ 60 ഡിഗ്രി പോയിന്റിലൂടെ കടന്നു പോകുന്ന 4 സെന്റിമീറ്ററിലെ ലൈൻ. അപ്പൊ 4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടം വരെ 4 സെന്റിമീറ്ററിൽ 60 ഡിഗ്രിയിലുള്ള ഒരു ലൈന് 4 സെന്റിമീറ്ററിൽ. ഇനി എന്ത് ചെയ്താൽ മതി? ഇവന്മാരെ രണ്ടാളെയും ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ സംഗതി സെറ്റ്. നമുക്ക് ഇവന്മാരെ കൂട്ടി യോജിപ്പിച്ചാൽ സംഗതി സെറ്റ്. റെഡി അല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ത്രികോണങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ ചിലപ്പോൾ എങ്ങനെയാ വരാന്നറിയോ? ഇതുപോലെയുള്ള ഫിഗർ ചോദിക്കാനും സാധ്യതയുണ്ട്. അതായത് ഇങ്ങനത്തെ ഫിഗറൊക്കെ ചോദിക്കും, ഇങ്ങനത്തെ ഫിഗർ വരയ്ക്കാൻ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യരുത്? വെറുതെ അത് ഒഴിവാക്കി വിടരുത്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാലോ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുള്ള ത്രികോണം എന്ന് പറയുന്നത് 6 6 6 എന്നുള്ള ത്രികോണാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ 6 6
6 ഉള്ള ത്രികോണങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ അറിയൂലേ? താഴത്തെ 6 സെന്റിമീറ്റർ എടുക്കുന്നു, ഇവിടെ 6 സെന്റിമീറ്ററിൽ ആർക്ക് വരച്ചു, ഇവിടുന്ന് 6 സെന്റിമീറ്ററിൽ ആർക്ക് വരച്ചു, ഇതുപോലെ ത്രികോണം കിട്ടും. ഇനി എന്താണ് ഇതിന് നോക്ക്, ഇവിടെ ഒരു പോയിന്റ്, 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 ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതില്ലേ ശരിക്കും? അതായത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള 2 സെന്റിമീറ്ററുള്ള 3 എണ്ണമായിട്ട് ഇങ്ങനെ ഭാഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഇവന്മാരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. നോക്കി, നിങ്ങൾക്ക് അറിയും പോലെ വരച്ചു കൊടുക്കുക. അതായത് ഈ മോളത്തെ 2 ആൾക്കാരെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, ഇവന്മാരെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, ഇനി ഇവന്മാരെയും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഏതാണ്? ഇവന്മാരെ നടുവിലേക്ക് അല്ലെ? നമുക്ക് ഇവന്മാരെ ഇങ്ങനെ ഒരു നടുവിലേക്ക് സാധനം വന്നിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ നടുവിലേക്ക് വരുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട്. ഈ സാധനമല്ലേ ഇവന്? പക്ഷെ ഇത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും സാധനം കിട്ടിയില്ലേ? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ മക്കൾ വെറുതെ ഇത് ഒഴിവാക്കി വിടരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ നോക്ക്, ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 6ാം ക്ലാസ്സിൽ തന്നെ മിസ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ സർക്കിൾ വരയ്ക്കാൻ. എങ്ങനെയാ സർക്കിൾ വരയ്ക്കുക? വെറുതെ നോക്ക്, നമ്മളുടെ കോമ്പസ് ഇങ്ങനെ കുത്തുന്നു, നമ്മളുടെ കോമ്പസ് ഇങ്ങനെ കുത്തു, ഇങ്ങനെ ഒരു സാധനം വരയ്ക്കും അല്ലെ? ഒരു പോയിന്റ് അടയാളപ്പെടുത്തും, ആ പോയിന്റിൽ എന്ത് ചെയ്യും? കോമ്പസ് വെക്കുന്നു, ഇങ്ങനെ ഒരു സാധനം വെക്കുന്നു. ഇതേ ഉള്ളു പരിപാടി അല്ലെ? ഇതേ ഉള്ളു നമ്മളുടെ കോമ്പസിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്തത്? ഇവരെന്ത് ചെയ്തു? ഇവർ ഇതിന്റെ ഉള്ളിൽ മറ്റൊരു ത്രികോണം വരയ്ക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ മറ്റൊരു ത്രികോണം വരച്ചു, ഇങ്ങനെ ത്രികോണം വരച്ച് പോവാണ്. നോക്കിയേ, ത്രികോണം വരച്ചു, ഏകദേശം ഒരു ത്രികോണം വരച്ചു. അങ്ങനെ നിങ്ങളും എന്ത് ചെയ്താൽ മതി? ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് കുറേ സംഭവമാക്കൊന്നും വേണ്ട, നിങ്ങൾ ഏകദേശം വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആക്കാൻ നിന്നാൽ നമുക്ക് കാര്യം നടക്കൂല. അപ്പോൾ പെർഫെക്റ്റ് ആക്കാണ്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് കഴിയുന്നതോടുകൂടി, ഈ ഒരു വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ മക്കൾ പഠിക്കുന്നതോടുകൂടി നല്ലൊരു ശതമാനം മാർക്ക് തന്നെ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതുപോലെ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് സജഷൻസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എന്തായാലും വാട്സപ്പ് ചാനലിലേക്ക് വരാം. അപ്പോൾ മിസ്സിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മിസ് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലെന്തായാലും ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇപ്പോൾ ഓൺ എക്സാമിന് ഞങ്ങളെ ലൈവ് കാണുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു ഓഫറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓഫർ വരുന്നത് വെച്ചാൽ 3499 രൂപയുടെ ബാച്ച് നിങ്ങൾക്ക് ഇപ്പം കിട്ടാൻ പോകുന്നത് 2499 രൂപയ്ക്കാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? എന്തായാലും ഈ ഒരു ഓഫർ മറക്കാണ്ട് ലോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഒന്ന് ആ ഒരു കമൻറ്റ് ബോക്സിലെ രജിസ്ട്രേഷൻ ലിങ്കൊക്കെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ചാനലിലേക്കൊക്കെ വന്ന് നമുക്ക് സെറ്റാക്കണം. ഈ ഒരു ഓൺ എക്സാം നമ്മൾ തകർക്കുന്നുള്ളത് ഉറപ്പാണ്.